ഒരു സംശയം മാത്രം, അത് മറുപടി പറയാൻ അദ്ദേഹം പറയുകയും എനിക്കറിയില്ല. എങ്ങനെ ആവരുത് കഥ, അദ്ദേഹം എങ്ങനെയൊക്കെ ആവാം എന്ന് പറഞ്ഞു. ഒരു ലക്ഷണം കിട്ട കവിത ഒക്കെ പറയാൻ, അത് ഇന്ന ആളുടെ കവിത ലക്ഷണം കിട്ടാമെന്ന് പറയുന്നില്ല, പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ സാമാന്യം എല്ലാവർക്കും ഓരോ സങ്കല്പങ്ങളുണ്ട്. ഇപ്പോൾ ഭാഷ പറഞ്ഞ പോലെ ചിലത് തനി ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം, അപ്പം അത് ആ കഥകളുടെ ഗണത്തിൽപ്പെടുത്താൻ പറ്റില്ല എന്നാണ് മാഷ് ഭംഗ്യന്തരേണ സൂചിപ്പിച്ചത്. അപ്പം അതുപോലെ തന്നെ എങ്ങനെ ആവാൻ പാടില്ലാത്ത ചില ഉദാഹരണങ്ങൾ, വ്യക്തികളെ പറയണ്ട, ഇന്ന ആളുകളെന്നും പറയണ്ട, അങ്ങനെ പറഞ്ഞാൽ നന്നായി, അതൊന്ന് പറയുമെന്ന് അഭ്യർത്ഥിക്കുന്നു. വളരെ രസകരവും വിജ്ഞാനപ്രദവുമായ സംഭാഷണമായിരുന്നു നമ്മുടെ മാഷിൻ്റെ, വസന്ത മാഷിൻ്റെ. എനിക്ക് ഇതിനൊന്നും പറയാത്തൊരു ചെറിയ സംശയം മാത്രമേ വയ്ക്കാറുള്ളൂ. നമ്മളിപ്പോൾ കഥ എഴുതുന്നുണ്ട്, കഥ എഴുതുന്നൊരു നോവൽ എഴുതുന്നുണ്ട്. ഇതിൻ്റെ ഈ കഥ എഴുതുന്ന ആ സെയിം ഘടന തന്നെയാണ് നോവലിൽ വേണ്ടത്. അത് കഥ പരത്തി എഴുതുന്നതാണ് നോവല്. അത് കഥ എഴുതുമ്പോൾ എങ്ങനെയാണ് ആ നോവലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വലിയ ഉപകാരമായിരിക്കും. കുറച്ച് സംശയങ്ങളാണ് ചോദിക്കാറുള്ളത്. രാമകൃഷ്ണ മാഷോടുള്ള ചോദ്യം, സച്ചിദാനന്ദ മാഷ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, തൊണ്ടയിലിറങ്ങുമ്പോഴും കണ്ടിറങ്ങുമ്പോഴും എൻ്റെ വൃത്തവും പ്രാസവും ഞാൻ മറക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ കാലത്ത് കവിതയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ വരികയാണ്. നമ്മളെല്ലാം പാരമ്പര്യങ്ങൾ തകർത്തുകൊണ്ടുള്ള കവിതകൾ വരികയാണ്. ഇപ്പം മാധ്യമത്തിൽ തന്നെ നമ്മളെ രാവണി മാഷിൻ്റെ ഒരു കവിത വന്നിട്ടുണ്ടായിരുന്നു, സീൻ കിട്ടുന്ന തിരക്കഥ പോലെ എഴുതുന്ന പോലെയുള്ള കവിതകൾ. അപ്പോൾ ഈ പുതിയ കാലത്ത് കവിത എഴുതുമ്പോൾ ഈ വൃത്തവും പ്രാസത്തിനും ഏതെങ്കിലും രീതിയിലുള്ള പ്രസക്തി ഉണ്ടോ എന്നാണ് ഒരു ചോദ്യം. അതുപോലെ വസന്ത മാഷോട് ചോദിക്കാറുണ്ട്, നമ്മളിപ്പോൾ കുട്ടികൾക്കെല്ലാം ഈ കഥകളെ കുറിച്ച് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ചോദ്യം. പുതിയ കുട്ടികൾക്ക് അങ്ങനെ കഥകൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഒരു കഥ മുറിച്ചിട്ട് വീണ്ടും കഥ എഴുതുന്നത് ആ ഒരു പുതിയ രീതി ഇപ്പം ഞാൻ കണ്ടത് മാതൃഭൂമിയാഴ്ച ഇപ്പം NS മാധവന്റെ പുതിയ കഥ ആ രീതിയിലാണ് ഒരു പുതിയ കഥകൾ എഴുതുന്നത്. അപ്പം അങ്ങനെ കഥകൾ മുറിച്ച് എഴുതുന്നത് ഒരു പുതിയ പരീക്ഷണമാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത്രയും പെട്ടെന്ന് അടുത്താള് ഒരാൾ ചോദ്യം ചോദിച്ച് കഴിഞ്ഞ ഉടനെ മറ്റാൾ വരികയാണെങ്കിൽ നമുക്ക് വൈകാതെ പരിപാടി അവതരിപ്പിക്കാം. ശ്രദ്ധിക്കാം. വസന്ത മാഷോടാണ്. വീക്കെൻഡിന്റെ വിവാഹം പിറ്റേന്ന് എന്നൊരു കഥയുണ്ട്. അപ്പൊ ആ ടൈറ്റിൽ കേൾക്കുമ്പോൾ അതിന് തമാശയില്ല. പക്ഷെ അത് വീക്കെൻഡ് എഴുതിയത് എഴുതി വരുമ്പോൾ അത് വലിയ ഒരു ചിരിയായി ഭരിതമായി മാറുന്നുണ്ട്. അപ്പോൾ വീക്കെൻഡ് എഴുതി വിവാഹം പിറ്റേന്ന് എന്ന കഥ MT വാസുദേവൻ നായർ എഴുതുകയാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് കഥയാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു വിഷയം സീരിയസ് ആയ കഥയായി മാറുന്നത്, അല്ലെങ്കിൽ സീരിയസ് ആയ ഒരു വിഷയം എങ്ങനെയാണ് ഫലിതമായി മാറുന്നത്? അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. വളരെ സീരിയസ് ആയ ഒരു വിഷയം അല്ലെങ്കിൽ ഏത് വിഷയം എങ്ങനെയാണ് ആവിഷ്കരിക്കുമ്പോൾ ഫലിതമായി മാറുന്നത് എന്നാണ് ചോദ്യം. വസന്ത മാസ്റ്ററാണ് കഥയെ കുറിച്ചൊരു ചോദിക്കാനുള്ളത്. ഒരു കാലത്ത് നമ്മുടെ കഥകളൊക്കെ MT സക്കറിയ, പത്മനാഭൻ സാറങ്ങനെ ഒരുപാട് കഥകളൊക്കെ റിയലിസ്റ്റിക് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന കഥകളാണ് കൂടുതൽ. അതായത് വ്യക്തികേന്ദ്രിതമായിട്ട് രണ്ടുപേരുടെ സംഭാഷണമാണെങ്കിൽ വ്യക്തി ജീവിതങ്ങളിലേക്ക് ഒതുങ്ങുന്ന ആ രീതിയിലേക്കാണ് പഴയ കഥകൾ കൂടുതൽ വായിച്ചെടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മുടെ പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് മാറി ഒരു ഇല്യൂഷണറി ലെവലിലേക്കോ, അതായത് എന്തിനും ഭാഷ കൊടുക്കുന്ന, കല്ലിനും മണ്ണിനും എല്ലാവരും സംസാരിക്കുന്ന, ദൈവം തുടങ്ങി എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള വ്യക്തിപരത്തിന് അപ്പുറത്തേക്കാണ് ഇന്നത് കഥകൾ കൂടുതലും കണ്ടുവരുന്നത്. പുതിയ കഥകൾ കൂടുതൽ ഒരുപക്ഷെ നമ്മുടെ പഴയ രീതിയിലുള്ള വ്യക്തിപരമായിട്ടുള്ള ആ ഒരു മനുഷ്യർ തമ്മിൽ ഇടക്കത്തിന്റെ ബന്ധങ്ങളുള്ള കഥകൾ
മാത്രമുള്ള കഥകളായിട്ട് വളരെ കുറച്ച് കഥകളാണ് പുതിയ തലമുറയിൽ വരുന്നത്. ഇത് കാലത്തിൻ്റെതായ മാറ്റമോ അതോ പണ്ടത്തെ കാലത്ത് അധികം കണ്ടിട്ടില്ല. അതിനെക്കുറിച്ചുള്ള ഒരു അന്തരം മനസ്സിലാക്കാൻ താല്പര്യം മാസ്റ്റർ. അതായത് പഴയകാല കഥകൾ കൂടുതൽ വ്യക്തികേന്ദ്രിത മനുഷ്യ ഇടിയടപ്പങ്ങളെ കുറിച്ചുള്ള കഥകളാണ് കൂടുതൽ കണ്ടിരുന്നത്, വായിച്ചിട്ടുള്ളത്. പക്ഷെ പുതിയ കാല കഥകൾ കൂടുതലും എല്ലാം കഥാപാത്രങ്ങളായി വരുന്ന ഈ ചരാചരങ്ങൾ മുഴുവൻ, അതായത് എന്താ പറയാ, നമുക്ക് മനുഷ്യരില്ലാത്ത കഥാപാത്രങ്ങൾ വരെ സംസാരിക്കുന്ന എനിക്കത് മാസ്റ്ററത്തോളം മനസ്സിലാവുന്ന അറിയില്ല. കൂടുതലും എങ്ങനെ കഥയിൽ മനുഷ്യരില്ലാതെ തന്നെ മൃഗങ്ങളായാലും ദൈവങ്ങളായാലും എല്ലാം കടന്നു വരുന്ന ഒരു പുതിയ തലത്തിലൂടെ ഇന്നത്തെ കഥകൾ കാണുന്നുണ്ട്. എല്ലാം സംസാരിക്കുന്ന ഒരിത്, ആ ഒരു ഇതിനെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അത് പഴയ കാലത്തെ കഥാകൃത്തുള്ളത് അത്രയും കണ്ടിട്ടില്ല. പുതിയ കാല കഥകൾ, പുതിയ കാല സമകാലിക ആനുകാലികൾ വരുന്ന കഥകളൊക്കെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പൊ അതിനെ കുറിച്ചുള്ള അഭിപ്രായം മാസ്റ്റർ വ്യക്തമായിരുന്നു. ചോദ്യം എല്ലാവർക്കും വലിയ പ്രാധാന്യം തോന്നിയിരിക്കില്ല. എങ്കിലും ഞാൻ എപ്പോ കവിതകൾ എഴുതാനിരുന്നാലും എത്ര വെട്ടിത്തിരുത്ത് നന്നായി ഭംഗിയായിട്ട് എഴുതിയാലും ലാസ്റ്റ് എനിക്ക് മനസ്സിന്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നു. ഈ കവിത നന്നായില്ല എത്ര നന്നാക്കി എഴുതിയാലും ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? എൻ്റെ മനസ്സിൽ വലിയ ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ, അത് അറിവ് കൊണ്ടാണോ എന്നുള്ളതൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് മാഷ് എനിക്കൊന്ന് പറഞ്ഞു തരണം. എന്തായാലും ക്വസ്റ്റ്യന് പ്രാധാന്യം ഉണ്ടെങ്കിൽ. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഒറ്റ ചോദ്യമുള്ളൂ, കവിതയിലും കഥയിലും. കഥയെക്കുറിച്ചും കവിതയെക്കുറിച്ചും ഇന്ന് തുറന്നെഴുത്തുകളാണ് ഉള്ളത്. വെറും തുറന്നെഴുത്ത് വായിച്ചാൽ ഒന്നും തോന്നില്ല, കവിതയായാലും കഥയായാലും. പക്ഷേ പലരും പറയുന്നു അതിലെന്തൊക്കെയോ ഉണ്ട്. പക്ഷേ മലയാളം പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അതിനകത്ത് വല്ലതുമുണ്ടോ എന്നറിയില്ല. ഈ തുറന്നെഴുത്തെന്ന് പറഞ്ഞാൽ കൂടുതലും മാംസ നികത്വമല്ലാത്ത ഐറ്റംസ്, അതായത് ശാരീരികപരമായ മനുഷ്യ മൃഗ മറ്റ് പക്ഷിജാലങ്ങളുടെ ലൈംഗിക അവയവങ്ങളെ എടുത്തു വെച്ചുള്ള വ്യാഖ്യാനങ്ങളും ബാത്റൂം, അതായത് പച്ചയ്ക്ക് പറഞ്ഞാൽ കക്കൂസ്, കുളിമുറി, ബെഡ്റൂം, ഇങ്ങനെയൊക്കെ ഉള്ള അതെന്തുവാണെന്നാണ് ലക്ഷക്കണക്കിന് ആരാധകരും ഉണ്ടെന്ന് പറയുന്നു. ഇതാണ് യഥാർത്ഥ തുറന്നെഴുത്ത് അല്ല എന്നാണ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞാൽ. ഏത് പണ്ഡിതൻ എന്നൊക്കെയാണ് പുതിയ ആളുകൾ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടംപോലെ എഴുതുമെന്നാണ് അഭിപ്രായം. എന്നാൽ അതിനകത്ത് വായിക്കുന്നവർക്ക് ഇഷ്ടം തോന്നണം. ആ തോന്നലിനെ കുറിച്ച് കവിതയിലെയും കഥയിലെയും പ്രവർത്തനങ്ങളെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ നമസ്കാരം. ചെറിയ സംശയമാണ്. നമ്മുടെ കവിതകൾക്ക് ചെറിയ കവിതകൾ, കുഞ്ഞിന് മാഷമൊക്കെ കവിതകൾ വരുന്നതെന്ന് നമുക്ക് അതിനൊരു വിഭാഗം തന്നെ പറയാൻ ഹൈക്കു എന്നൊക്കെ പറഞ്ഞ കവിതയ്ക്ക് അങ്ങനൊരു വിഭാഗം ഉണ്ടല്ലോ. ഒറ്റ വാക്കിലൊക്കെ തീരുന്ന കഥയെ പറ്റി മോഷൻ സൂചിപ്പിക്കില്ലായി നമ്മുടെ ഈ സെക്ഷനിൽ. അപ്പോൾ കഥയ്ക്കും ഇത്തരം ചെറിയ കഥ, മിനി കഥ, അങ്ങനെ ചെറിയ കഥകളുണ്ടെങ്കിലും അതിനേക്കാളും ചെറുതായിട്ട് ഈ ഒറ്റ വാക്കിലൊക്കെ തീരുന്ന കഥകൾ, അതിനൊരു പ്രത്യേക വിഭാഗമോ ആ രീതിയിൽ കൂടുതൽ പഠനങ്ങളോ ഞങ്ങളുടെ ശ്രദ്ധ എത്താത്തത് കൊണ്ടാണോ എന്തായാലും അതൊന്നും കൂടി വിശദീകരിക്കാൻ നല്ലതായിരുന്നു. ചെറിയ കഥകളെ കുറിച്ച്, ഏറ്റവും ചെറിയതായിട്ട് നമ്മൾ കാണുന്ന കഥകളെ കുറിച്ച് എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു നോവല് സിനിമയാക്കി മാറ്റുന്ന സമയത്ത് അത് സിനിമയിലേക്ക് വരുമ്പോൾ ആ നോവലിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ആ സിനിമയുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അതിൽ കാതലായ മാറ്റങ്ങൾ
സിനിമാ നിർമ്മാതാവും സംവിധായകരും അല്ലെങ്കിൽ കഥാകൃത്തും കൂടി അതിൽ മാറ്റങ്ങൾ വരുത്തുന്ന സമയം വന്നു കഴിഞ്ഞാൽ, അതിന്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അത് വന്നു കഴിഞ്ഞാൽ ആ നോവലിനെ ധാർമ്മികതയെ കുറിച്ചിട്ട്, നോവൽ എഴുതി കഴിഞ്ഞ നോവലായിരിക്കും, അതിന്റെ ധാർമ്മികത ആ ഗ്രന്ഥകർത്താവിനെ എത്തരത്തിലാണ് അത് ബാധിക്കുക, അത് അതായത് ഒരു നോവല് എഴുതി കഴിഞ്ഞ നോവല് സിനിമയാകുന്ന സമയത്ത് അതിന്റെ സിനിമയുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, കാതലായ ഭാഗങ്ങൾ അവർ മാറ്റിയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗ്രന്ഥകർത്താവിനെ എത്രത്തോളം ബാധിക്കും? അത് ഗ്രന്ഥകർത്താവിനോട് ചെയ്തു തീർന്ന ഒരു നോവലാണല്ലോ. അപ്പൊ അതിലുണ്ടാകുന്ന ഒരു ധാർമ്മികതയെ കുറിച്ചിട്ടാണ് എനിക്കറിയാനുള്ളത്. എൻ്റെ പേര് പ്രയാസമല്ലെന്നാണ്. കേവിയോടും മാസ്റ്ററോടും രണ്ട് ചോദ്യമാണ്. ആധുനിക കവിതാ ലോകത്ത് ഋതവും പ്രാസവും വളരെ ദൗർബല്യം, അതായത് ഋതവും പ്രാസവും ഇല്ലാത്ത കവിതകളാണ് കൂടുതൽ ആധുനിക ലോകത്ത് കടന്നു വന്നിരിക്കുന്നത്, എഴുത്തിന്റെ ലോകത്ത്. അത് ശരിക്കും അത് ഒരു കവിതാ ലോകത്ത് ഒരു മൂല്യച്യുതി വന്നിട്ടുണ്ടെന്നൊരു വ്യസനം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഗദ്യ കവിതകളോട് എപ്പോഴെങ്കിലും വായിക്കുമ്പോൾ വിരസത തോന്നുന്നവരുണ്ട്? കവിതകൾ ഈ ഇത്തരം കവിതകളാണ് ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. മറ്റൊരു ചോദ്യം വസന്ത മാസ്റ്ററോടാണ്. വസന്ത മാസ്റ്ററുടെ ചോദ്യത്തെക്കാൾ ഉപരി എനിക്ക് പറയാനുള്ളത് നന്ദി വാക്കാണ്. കാരണം ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മൾ പഠിക്കാനുള്ളതിനേക്കാൾ ഉപരിയാണ് കുറച്ച് നേരത്തെ സമയം കൊണ്ട് നമ്മൾക്ക് ഇവിടെ പറഞ്ഞു തന്ന ഓരോ കഥകളും. ഒരിക്കൽ കൂടി മാഷിന്റെ നാവിന്റെ ഉള്ളിൽ നിന്ന് അത്തരം സരസമായ ഒരു കഥാനുഭവം കൂടി കേൾക്കാൻ കൊതിച്ചു പോയിട്ടാണ് ഞാൻ അവിടെ തിരഞ്ഞെടുക്കുന്നത്. ഒരുപാട് സന്തോഷം. എഴുത്തിന്റെ ലോകത്ത് രണ്ട് പ്രതിപാദനമായിട്ട് കൂടി ഇരിക്കാൻ കഴിഞ്ഞത്. എൻ്റെ പേര് അനിത ജയരാജ്. ഞാൻ രാമകൃഷ്ണനോടുള്ള ഒരു ചോദ്യം ചോദിക്കുന്നത്, നമ്മളൊരു കവിത എഴുതി കഴിഞ്ഞിട്ട് അതിന് പിന്നെ കുറേ ദിവസം വെച്ചിരുന്ന് വീണ്ടും വീണ്ടും വായിച്ച് എഡിറ്റ് ചെയ്ത് നല്ലൊരു കവിതയാക്കാൻ നമുക്ക് പലരും പറയാറുണ്ട്. അപ്പൊ എൻ്റെ ഒരു ചോദ്യം, നമ്മള് എഴുതുന്ന മൂടായിരിക്കില്ല പിന്നീട് ആ കവിത വായിക്കുമ്പോൾ പല പ്രാവശ്യം നമ്മൾ പല പല മൂഡിലൂടെ ആയിരിക്കും മനുഷ്യർ കടന്നു പോകുന്നത്. അപ്പൊ ആ എഴുതിയ മൂഡിലേക്ക് നമുക്ക് തിരിച്ചെത്താൻ പറ്റില്ല, അത്രയും നല്ല വാക്കുകളോ ചിലപ്പോൾ പിന്നെ കിട്ടുകയില്ല. സാധാരണഗതിയിൽ ഞാൻ എഴുതിയ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്ത ഒരാളാണ്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരാം. അങ്ങനെ പലർക്കും ഉണ്ടാവും ആ ഒരു സംശയം. കാരണം നമ്മൾ ആ മൂഡിലേക്ക് പിന്നെ എത്താതെ നമുക്ക് ആ ഒരു കവിതയിലേക്ക് ഇരിക്കാൻ പറ്റില്ല. അതിനെ കുറിച്ച് കവിതയെ കുറിച്ച് ആർക്കധികം സംശയമില്ല എന്നുള്ളത് വലിയ സന്തോഷമാണ്. രണ്ടുപേരും കവിതയിൽ വൃത്തം താളം എന്നൊക്കെ പറഞ്ഞു. കവിതയിൽ അങ്ങനെയൊന്നുമില്ല, വൃത്തവും താളമൊന്നുമില്ല. വൃത്തവും പ്രാസവും എന്നാണ് പറഞ്ഞത്, താളമല്ല പ്രാസവും. വൃത്തവും പ്രാസവും ഒന്നല്ല. വൃത്തം എന്ന് പറയുന്നത് കവിതയിലുള്ള അവശ്യ ഘടകമല്ല. വൃത്തം കൊണ്ട് കവിതയാവില്ല. വൃത്തത്തിൽ എഴുതി എന്ന് പറയുന്നത് ഒരു എഴുത്തിനെ, ഒരു രചനയെ കവിതയാക്കുന്നില്ല. വൃത്തമല്ല കവിതയെ കവിതയാക്കുന്നത്. വൃത്തത്തിൽ എഴുതിയത് മുഴുവൻ കവിതയല്ല. ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞ് ആരും ബോറടിക്കുന്നില്ല. വൃത്തത്തിൽ എഴുതിയതുകൊണ്ട് കവിതയാവില്ല, ഒരിക്കലും സംശയിക്കണ്ട. പിന്നെ ഛന്ദസ്, വൃത്തം എന്ന് പറയുന്നത് താളത്തിൻ്റെ ഒരു സംവിധാനം മാത്രമാണ്. താളത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങളിൽ വ്യത്യസ്തങ്ങളായ ഛന്ദരൂപങ്ങൾ ഉണ്ടാവുന്നു എന്നല്ലാതെ ഛന്ദസ്കരിച്ചത് കൊണ്ട് മാത്രം, വൃത്തത്തിൽ എഴുതിയത് കൊണ്ട് മാത്രം എല്ലാം കവിതയായി എന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ അങ്ങനെ ഒരിക്കലും സൂചിപ്പിച്ചിട്ടുമില്ല. മനസ്സിലായി?
പക്ഷെ അതേ സമയത്ത് നമുക്ക് പറയാനുള്ള കാര്യം അതിൻ്റേത് മാത്രമായ, ഞാൻ അതാണ് സൂചിപ്പിച്ച ഭാവത്തിൻ്റെ താളം എന്ന് സൂചിപ്പിച്ചത്, അതിൻ്റേത് മാത്രമായ ഒരു ജീവത്തായ താളം ഉണ്ട്. എനിക്ക് പറയാനുള്ള ഭാവത്തിന്, അവതരിപ്പിക്കാനുള്ള ഭാവത്തിന് എന്ന് തിരിച്ചറിയുകയും ആ ഭാവത്തിൻ്റേത് മാത്രമായ താള സംവിധാനം എങ്ങനെയാണ് വേണ്ടത് എന്ന് സ്വയം അവനവൻ്റെ പരിചയം കൊണ്ട് ശീലം കൊണ്ട് തീരുമാനിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യലാണ്ട് വേറെ വഴിയൊന്നുമില്ല ഇതിന്. ഇന്ന രീതിയിൽ എഴുതുന്ന ആരും ഒരാളോടും പറയാറില്ല. പറയാൻ പാടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു ഉദാഹരണം കൂടി പറയട്ടെ. പ്രകൃതി നശീകരണത്തിന് എഴുതി കൊടുത്ത, പ്രകൃതി സംരക്ഷകർക്ക് എഴുതി കൊടുത്ത ഒരു പരസ്യം ആണ് ഈ കവിത എന്ന് പറഞ്ഞിട്ട് ഇടശ്ശേരിയുടെ ഒരു കവിതയുണ്ട്. അദ്ദേഹത്തിന്റെ കുറിപ്പ് തന്നെയുണ്ട്. പ്രകൃതി സംരക്ഷണക്കാർക്ക് എഴുതി കൊടുത്ത ഒരു പരസ്യം, പുളിമാവ് വെട്ടി, അതിമനോഹരമായ കവിതയാണ്. അതിമനോഹരമായ കവിത. എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങൾ വികാരവൽക്കരിച്ചിട്ട് കവിതയാക്കുന്നത്, അല്ലെങ്കിൽ കവിതയായിത്തീരുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല ഉദാഹരണം ആവും ഇത് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കണം. നമ്മൾ എന്തിനാണ് കവിത എഴുതുന്നത്, അല്ലെങ്കിൽ കവിത കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കവിത മനസ്സിലാക്കാനുള്ളത് മാത്രം ആണ് എങ്കിൽ എന്തിനായി മാറാപ്പ് കവിതകളൊക്കെ ചുമല് വെട്ടിവെക്കണം? എന്തിനാണ്? ഒന്നും രണ്ട് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവും അല്ലേ? അവിടെ നിർത്തിക്കോളൂ. അത് ഒരിക്കലും കവിതയല്ലാതാണ്. ഒന്നും രണ്ട്. പക്ഷേ ഒന്നും ഇമ്മടി വലിയ ഒന്ന് എന്ന് പറയുമ്പോഴോ ഇല്ലേ? ഒന്നും ഇമ്മടി വലിയ ഒന്ന്, അതിൽ കവിതയുണ്ട്. എങ്ങനെയാണ് ഈ വസ്തു എങ്ങനെയാണ് വികാരവൽക്കരിച്ചിട്ട് കാവ്യാത്മകമാക്കുന്നത് എന്ന് നമുക്ക് അതിൽ നിന്ന് ഉരുത്തിരിച്ചെടുക്കാം എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ആരോടും ഇന്ന ഒരു വിധത്തിലെ കവിത എഴുതാൻ പാടും, ഇന്ന വിധത്തിലാണ് കവിത എഴുതേണ്ടത് എന്നൊന്നും ആരും നിർദ്ദേശിക്കേണ്ട കാര്യമില്ല, ഡയറക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓരോരുത്തരും അവനവൻ്റേതായ സ്വാതന്ത്ര്യമാണ്, അവനവൻ്റേതായ സ്വന്തം വഴി കണ്ടെത്തലാണ് ഓരോ കവിയും ചെയ്യുന്നത്. എന്തോ സംശയം ചോദിച്ചു. കവിത എഴുതുമ്പോൾ തൃപ്തി വരുന്നില്ല എന്നിട്ട് ആവർത്തം ചെയ്തു. ഞാൻ നോക്കട്ടെ, എടശ്ശേരിയുടെ ഒരു വരിയിൽ അതിന് 3-4 എഡിഷൻസ് കഴിഞ്ഞിട്ട് 25-26 കൊല്ലം കഴിഞ്ഞിട്ടാണ് എടശ്ശേരി അതിനൊരു വാക്ക് മാറ്റുന്നത്. ഞാൻ അതിന് ഉദാഹരണം ഓർക്കുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് എന്നിരുന്നാലും ഇവിടെ ഓർക്കാൻ പറ്റില്ല, വരി ഓർക്കാൻ പറ്റില്ല. ഞാൻ സൂചിപ്പിച്ചത് നമുക്ക് അങ്ങനെ ആ എഴുതുന്ന സമയത്തുള്ള മൂഡ് അപ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് പറയാൻ പാടില്ല. ഒന്ന്. രണ്ടാമത് നമ്മൾ കവിത കറക്റ്റ് ചെയ്യുക. ഞാൻ എഴുതിയ കവിത തന്നെ ഞാൻ കറക്റ്റ് ചെയ്യുമ്പോൾ എഴുതുന്ന മൂഡല്ല, ക്രിട്ടിക്കിൻ്റെ മൂഡാണ്. എൻ്റെ ക്രിട്ടിക്കൽ ഫേക്കൽറ്റിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇത് ശരിയായില്ലോ, ഇത് ശരിയായില്ലല്ലോ, ഈ പദം ഈ പ്രകടനത്തിൽ ഈ പദം പോരല്ലോ, ഈ പ്രകടനത്തിന് പറ്റുന്ന പ്രകടനത്തിന് പറ്റുന്ന ഒരു പദം മാത്രമേ ഉള്ളൂ എന്ന് കണ്ടെത്തലാണ് കവിയെ സംബന്ധിച്ചിടത്തോളം പദാക്ഷി. അല്ലെങ്കിൽ വേറൊരു പദമുണ്ട്, കവിക്ക് പദസ്ഥൈര്യം വന്നിരിക്കുന്നു എന്നാണ് പറയാം.
പദസ്ഥൈര്യം വന്ന കവി. ഒരു പ്രകരണത്തിൽ ഒരു വാക്കേ ഉള്ളൂ എന്ന് മാത്രം, ഒരു ഒറ്റ വാക്കേ ഉള്ളൂ എന്ന് തിരിച്ചറിയുകയും ആ വാക്കിലേക്ക് കണ്ണെത്തുകയും ഉള്ളിലത്തെ കണ്ണ് എത്തുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ പദസ്ഥൈര്യം എന്ന് പറയുന്നത്. പക്ഷെ മറ്റൊന്നുള്ളത്, കവിതയിൽ വാക്കിന് അർത്ഥമില്ല. കവിതയിൽ വാക്കിന് അർത്ഥം ഇല്ല. ഞാൻ വിശദീകരിക്കണം. മറ്റു പൂച്ചെടി ചെന്നു തിന്നാന് ഒറ്റനാടിനുണ്ടി പൊഴേ മോഹം. മറ്റു പൂച്ചെടി ചെന്നു തിന്നാന് ഒറ്റനാടിനുണ്ടി പൊഴേ മോഹം. നമുക്ക് കൊറ്റനാട് പറഞ്ഞുണ്ട്. കൊറ്റനാട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞുണ്ട്. അത് 4 കാലം ഇവിടെ നടന്നു എല്ലാം അടിച്ചുകൊണ്ട് നടക്കുന്ന സാധനമാണോ അതാണോ? വിശദീകരിക്കേണ്ടല്ലോ, വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോ ഒരു പദം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ സാധാരണ മാർക്കറ്റിൽ പെരുമാറുന്ന, സാധാരണ നിത്യജീവിതത്തിൽ പെരുമാറുന്ന, കൈകാര്യം ചെയ്യുന്ന വാക്കുകൾ എടുക്കപ്പെടും. ആ വാക്ക് എങ്ങനെ എൻ്റേത് മാത്രമാക്കി തീർക്കുക, ആ പ്രകരണത്തിൻ്റേത് മാത്രമാക്കി തീർക്കുക, അതിനുള്ള ഉൾക്കാഴ്ച ഉണ്ടാവുക, അതിനുള്ള കരുത്തുണ്ടാവുക, അതിനുള്ള പദബോധം ഉണ്ടാവുക. അതൊക്കെ എന്താ പറയുക, ആരും പറഞ്ഞു നിന്നുണ്ടാക്കുന്നതല്ല. അത് നമ്മൾ വായിച്ച് 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 ഉണ്ടാവുന്നതാണ്. കവിത എഴുതാൻ തുടങ്ങുന്നവരോട് ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും കുഞ്ഞിനൊക്കെ മുഴുവൻ വായിച്ചിട്ടുണ്ടോ? പഴഞ്ചൻ സാധനം എന്നല്ലേ തോന്നാം. നൂറ്റാണ്ടുകൾക്കുള്ള ഒരു പഴഞ്ചൻ സാധനം വായിക്കാൻ പറയുന്നു അല്ലേ? കുഞ്ഞിനൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത് എന്താണെന്ന് അറിയാമോ? മലയാള ഭാഷ എന്ന് പറയുന്നത് ഇത്രമാത്രം സമ്പന്നമാണ്, പദസമ്പന്നമാണ്, ഇത്രമാത്രം താളസമൃദ്ധമാണ് എന്ന തിരിച്ചറിവുണ്ടാവുന്നു. മാത്രമല്ല അത് നമ്മുടെ രക്തത്തെ ബാധിക്കുകയും ചെയ്യും. നമുക്ക് അങ്ങനെയുള്ള വായനകളൊന്നും ഇല്ലല്ലോ. അതൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളാണ്, അവിടേക്കൊന്നും കടക്കുന്നില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഈ ഒരു സെഷനിൽ സംസാരിച്ച് എല്ലാ സംശയവും തീർത്ത് പോകാമെന്നൊന്നും ആരും ധരിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഉണ്ടാകും സംശയങ്ങൾ ഉണ്ടാവുകയാണ് വേണ്ടത്. ഒരു ക്ലാസ് കഴിഞ്ഞാൽ ഒരു 100 സംശയം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ക്ലാസ് വിജയിച്ചു എന്ന് അർത്ഥമാണ്. പിന്നെ സ്വയം അന്വേഷിച്ച് ഉത്തരം കണ്ടെത്തും. സംസാരിച്ച ആള് ഇതിനൊക്കെ ഉത്തരം തന്നോളണം അല്ലെങ്കിൽ തന്നേക്കുമെന്നൊന്നും കരുതരുത്, പ്രതീക്ഷിക്കുകയും വേണ്ട. ചില സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നു. ആ സംശയങ്ങൾ നമുക്ക് കൂടുതൽ അന്വേഷിക്കാനും കൂടുതൽ പഠിക്കാനും കൂടുതൽ അറിയാനും ഉള്ള രംഗങ്ങളുണ്ട്. ഈ ശ്രമവും നമ്മുടെ ഭാഗത്തുണ്ടാവുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓരോരുത്തരുടെ സംശയങ്ങളുടെ വെവ്വേറെ ഞാൻ കുറിച്ചുകൊണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. 1-2 വാക്കുകൾ പറഞ്ഞു അത്രയുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വയം കണ്ടെത്താൻ പറ്റുമോ നോക്കുക. അതല്ലെങ്കിൽ ഞാൻ തന്നെ പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും. എനിക്ക് ആകാവുന്നത് എന്ന് പറയാം. മാത്രമല്ല എല്ലാ സംശയങ്ങളും തീർത്ത് തരാനൊന്നും എനിക്ക് കഴിയില്ല. ഞാൻ നിങ്ങളെ പോലെ തന്നെ സാധാരണ മനുഷ്യനാണ്. ചെറുകഥയെ പറ്റി എന്നോട് ചോദിച്ച ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ആദ്യത്തേത് എങ്ങനെ കഥ എഴുതരുത് എന്നതിനെ പറ്റിയാണ്. അത് എൻ്റെ പ്രഭാഷണത്തിൽ തുടക്കം തന്നെ പറഞ്ഞു. ചെറുകഥ എങ്ങനെ എഴുതാം എന്നല്ല ഞാൻ സംസാരിക്കുന്നത്, എങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് എന്നുള്ളത്. ചെറുകഥ എങ്ങനെ എഴുതാം എന്നുള്ളത് അത് പറയാൻ പറ്റുന്നു.
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് കഥാപാത്രങ്ങളും ഒരുപാട് സംഭവങ്ങളും വലിയൊരു കാലയളവും ചെറുകഥയ്ക്ക് കാണാൻ പറ്റുന്നു. അതാണ് അപ്പം മഹാഭാരതം ചെറുകഥയായിട്ട് എഴുതാൻ പറ്റുന്നു. അനവധി കഥാപാത്രങ്ങൾ, അനവധി കാലത്തെ സംഭവങ്ങൾ, ഇതൊക്കെ ചെറുകഥയുടെ ഫ്രെയിംവർക്കിനുള്ളിൽ ഒതുങ്ങില്ല. ഒന്നോ രണ്ടോ കഥാപാത്രങ്ങൾ അവരുടെ ജീവിതത്തിലെ നിർണായകമായ ഒരു മുഹൂർത്തം, അതുമാത്രമേ ചെറുകഥയിൽ ഒതുങ്ങാൻ നോവലല്ല. നോവൽ പറയുമ്പോൾ നമ്മൾ സാധാരണ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാറുള്ളത് ടെലസ്കോപ്പിൽ കൂടി നോക്കുന്നതാണ് നോവൽ, മൈക്രോസ്കോപ്പിൽ കൂടി നോക്കുന്നതാണ് കഥ എന്നാണ് പറയുന്നത്. വളരെ സൂക്ഷ്മമായി നോക്കുന്നതാണ് ചെറുകഥ ചിന്തകൾ. അതിലെ സമയം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ചോദിക്കാം, 8-10 കൊല്ലത്തെ കഥകൾ, സംഭവങ്ങൾ കഥയിൽ ഒതുക്കിയിട്ടില്ലേ? ഉണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ആ സമയത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഫിക്ഷനിലൊക്കെ സമയത്തെ പറ്റി 2 അളവുകോലുകളുണ്ട്. ഒന്ന് കലണ്ടർ ടൈം എന്ന് പറയുന്നത്, മറ്റൊന്ന് ഫിനോമിനൽ ടൈം അല്ലെങ്കിൽ പ്രാതിഭാസിക സമയം എന്ന് പറയുന്നത്. ഈ കലണ്ടർ ടൈം എല്ലാവർക്കും ഒരുപോലെ തന്നെ. പക്ഷെ ഫിനോമിനൽ ടൈം എന്ന് പറയുന്നത് മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യം. നോവലിലായാലും കഥയിലായാലും മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ കാലത്തിൻ്റെ വ്യാപ്തിയില്ല. ഉദാഹരണമായിട്ട് ഇപ്പം നോവലാണെങ്കിൽ കുഞ്ഞാനച്ചൻ, കടനാഴിക നേരത്തിൽ കുഞ്ഞാനച്ചൻ, അയാൾ ഒരു നിമിഷം പറയുന്നത് അയാളുടെ 5 വയസ്സുകാലത്തെ കാര്യമാണ്. അടുത്ത സമയം അയാൾ പറയുന്നത് അയാളുടെ 75 വയസ്സുകാലത്തെ കാര്യമാണ്. ഈ 70 കൊല്ലം മനസ്സിലൂടെ അങ്ങനെ കടന്നു പോകും. പക്ഷേ കലണ്ടർ ടൈമിൽ അത് പറ്റില്ല. കലണ്ടർ ടൈമിൽ എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരേപോലെ ബാധകമാണ്. ഇപ്പം 2 കുട്ടികളെ ഒരു കഥയിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾ വിചാരിക്കും. 20 കൊല്ലം കഴിഞ്ഞാൽ ഈ 5 വയസ്സായ 2 കുട്ടികൾക്ക് 2 പേർക്ക് 25 വയസ്സാവും. അതായത് ഒരുത്തൻ്റെ 25 വയസ്സ്, മറ്റോ മാർക്കണ്ടേനെ പോലെ അപ്പോഴും 5 വയസ്സ് കഴിക്കും. അത് പറ്റില്ല. അപ്പം കലണ്ടർ ടൈം എല്ലാ കഥാപാത്രങ്ങൾക്കും അവിടെ വഴുതി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകരുതൽ എന്നുള്ള നിലയിലാണ് കുറച്ച് സമയം 2-3 കഥാപാത്രങ്ങൾ അവരെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു ചെറിയ പ്രശ്നം. അതാണ് കഥ പരത്തിയ നോവലാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. കഥ പരത്തിയാൽ ബോറാകും, നോവലാകും. നോവൽ ചുരുക്കിയാലും ബോറാകും, നോവലാവില്ല. ഇതാണ് ഇത് തല്ലിപ്പരത്തി നീക്കാവുന്ന കാര്യമൊന്നുമില്ല. പക്ഷേ നോവൽ എഴുത്തുകാരന് കുറേ കൂടി സ്പേസ്, വളരെ അപ്രധാന സംഭവങ്ങളെ കഥാകൃത്തിന് 1-2 വാക്കിൽ സൂചിപ്പിക്കുമ്പോൾ നോവലിസ്റ്റിന് വേണമെങ്കിൽ അത് വിവരിക്കാൻ സാധിക്കും എന്നതാണ് പ്രത്യേകം കാര്യങ്ങൾ പറയുന്നത്. ഇപ്പം നോവലിൽ നമുക്ക് കൈയും കാലും വീശാൻ കുറച്ചും കൂടി ഇടം കിട്ടും, മറ്റത് അതില്ല. ഇത് 2 സാഹിത്യ രൂപങ്ങൾ തന്നെയാണ്. ഒന്നിൻ്റെ വിപുലീകൃത രൂപം അല്ല മറ്റൊരു എന്നർത്ഥം. കഥ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാമാന്യം കഥ വായിക്കുന്ന കുട്ടിക്ക് വായിച്ചാൽ കഥ മനസ്സിലാവും. അത്രയൊക്കെ തന്നെ ടീച്ചർക്ക് കഥ വായിച്ചാൽ മനസ്സിലാവും. പിന്നെ ഇയാൾ എങ്ങനെ ഈ കുട്ടിയെ ഈ കഥയിലേക്ക് കൊണ്ടുവരുന്നു വെച്ചാൽ അതിലെ ചില വാക്കുകൾ, ചില പ്രയോഗങ്ങൾ, ആ പ്രയോഗങ്ങളുടെ ഭംഗി എന്താണ്, അതിൻ്റെ ധ്വനി ഭംഗി എന്താണ് എന്ന് കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അവരും അങ്ങനെ തന്നെയാണ് ഈ ധ്വനി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് വായിച്ച് ശീലമില്ലാത്ത ഒരാൾക്ക് ആദ്യ വായനയിൽ അതിൻ്റെ അർത്ഥം മുഴുവൻ കിട്ടിയെന്ന് വരിക. അപ്പോൾ അതൊന്ന് വിശദീകരിച്ച് കൊടുക്കേണ്ടി വരും. അങ്ങനെ വിശദീകരിച്ച് കൊടുക്കുമ്പോഴാണ് കഥയുടെ ആ പദം എന്തുകൊണ്ട് അവിടെ ഉപയോഗിച്ചു എന്നുള്ള കുട്ടിക്ക് ബോധ്യമാകുന്നത്. അങ്ങനെ സൂചിപ്പിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് സംഭവങ്ങളെ പിന്നെ ജീവിതത്തോട് ഇത് ബന്ധപ്പെടുത്തി കൊടുക്കും. ഇപ്പം ഞാൻ പഠിച്ച ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് 8ാം
കുചേലവൃത്തത്തിൻ്റെ ആ കഥ. ഇതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എങ്ങനെ ഒരു പഠിപ്പിച്ച പാഠം, കഥ, കവിത ജീവിതവുമായി ബന്ധപ്പെടുത്തുന്നു എന്നത്. ഇത് പഠിപ്പിച്ചിട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം ക്ലാസ്സിൽ നിങ്ങളോട് ചോദിച്ചു. ഞങ്ങൾക്ക് 13-14 വയസ്സുള്ള കുട്ടികളാണ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഈ പാഠം പഠിച്ചിട്ട് നിങ്ങൾ എന്താ മനസ്സിലാക്കി? അറിയാത്ത വാക്കുകളുടെ അർത്ഥം തോന്നും. അന്ന് ക്ലാസ്സിൽ നൃത്ത അലങ്കാരം, ഈ അടുത്ത കാലത്താണ് നൃത്തം അലങ്കാരമൊക്കെ അശ്ലീലാണ് എന്നൊരു ധാരണ വന്നു. അന്ന് അത് ക്ലാസ്സിൽ പഠിക്കും. നൃത്തം പറഞ്ഞു, വാക്കുകളുടെ അർത്ഥം പറഞ്ഞു, അലങ്കാരം പറഞ്ഞു, ഒക്കെ കഴിയുമ്പോൾ മാഷിക്കുന്നു. ഇതൊക്കെ പഠിക്കണം, ഇതൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടതാണ്. പരീക്ഷയ്ക്ക് വേണ്ടാത്ത എന്തായിരുന്നു പഠിച്ചത്? പരീക്ഷയ്ക്ക് വേണ്ടാത്ത എന്താ പഠിക്കുന്നത്? മാഷ് പറഞ്ഞാൽ എങ്ങനെ ജീവിതവുമായിട്ട് ഒരു കഥ ബന്ധിപ്പിക്കുന്നത് അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. മാഷൊന്ന് പറഞ്ഞത്, നിങ്ങളൊക്കെ കുട്ടികളാണ്, കുറച്ച് കഴിഞ്ഞാൽ വലുതാണ്. വലുതായി കഴിയുമ്പോൾ ചിലർ കുചേലന്മാരാണ്, ആയി വരാം, ചിലർ കൃഷ്ണന്മാരായി എന്നില്ല. അന്ന് ഒരു കുചേലൻ ഒരു കൃഷ്ണനെ കാണാൻ വന്നാൽ എങ്ങനെ പെരുമാറണം എന്നറിഞ്ഞത്. ഇതാ പാഠം വായിക്കുന്ന കുട്ടിക്ക് മനസ്സിലാവില്ല. പക്ഷെ മാഷിന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഇത് ചില വാക്കുകളുടെ പ്രയോഗത്തിൻ്റെ ഭംഗി കൊണ്ട് ആയിരിക്കാം. കവിതയിലാണെങ്കിൽ കൂടുതൽ നമുക്ക് സാധിക്കുക ഏതെങ്കിലും ഒരു ഔചിത്യപൂർവ്വമാണ് വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ആ വാക്കിൻ്റെ ധ്വനി ഭംഗി എന്താണ്? ധ്വനി എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാതെ പറഞ്ഞ എഴുതാപ്പുറം വായനയാണ് ഈ ധ്വനി. മലയാളിയുടെ ജന്മവാസനല്ലേ എഴുതാപ്പുറം വായന എന്നുള്ളത്. അതുകൊണ്ട് ഈ എഴുതാപ്പുറം വായിച്ച് കൊടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് കുട്ടികളെ ഈ കഥയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ സാറിനോട് ചോദിച്ചത് വിവാഹം പിറ്റേന്ന് വീക്കെൻഡ് എഴുതിയപ്പോൾ ഇങ്ങനെയാണ്. അത് ഒരു പ്രശ്നത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നത്. നിസ്സംഗമായിട്ടാണ് ഒരു പ്രശ്നത്തെ കാണുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അത് ജീവിതത്തോട് ബന്ധപ്പെടുത്തി നമ്മുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളോട് ബന്ധപ്പെടുത്തിയാണെങ്കിൽ അത് പറ്റില്ല. ഉദാഹരണമായിട്ട് മരണം. ആളുകൾക്ക് ഭയന്നു കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ ഭയപ്പെടാനേ പറ്റുന്നു. ഇത് ഞാൻ വിചാരിച്ചാൽ മാറ്റി വയ്ക്കാൻ പറ്റും. ഇന്നല്ലെങ്കിൽ ആളെ വയ്ക്കും. ആരും ബന്ധപ്പെട്ട ആരോഗ്യമുള്ള കാര്യം. ഇത് നിസ്സംഗമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ മരണം ഭയമൊന്നുമില്ല. അയ്യോ മരിക്കുമല്ലോ നിങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ 100 ആൾ മരിച്ചു. അതാണ് ഉണ്ടാവുന്നത്. ഒരാൾ മരിച്ചു. മഹാത്മാഗാന്ധി മരിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ല. പിന്നെയാണ് ഞാൻ മരിച്ചത്. ആ ഒരു നിസ്സംഗത വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിലൊന്നുമില്ല. വീക്കെൻഡ് ചെയ്യുന്നതാണ്. വളരെ നിസ്സംഗമായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങളുടെ വിനീതനായ ചരിത്രകാരൻ ഇതുപോലെ ബഷീർ തുടങ്ങി വെച്ചത് ഈ രീതിയിൽ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു വസ്തുവിനെ നമുക്ക് ഒരു പ്രമേയത്തെ ഡിറ്റാച്ച്ഡായിട്ടും കാണാം, അറ്റാച്ച്മെൻറ്റോട് കൂടിയും കാണാം. അറ്റാച്ച്മെൻറ്റോട് കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വൈകാരികമായ ക്ഷോഭമുണ്ടാകും. പലപ്പോഴും MT അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുന്നത് അറ്റാച്ച്മെൻറ്റോട് കൂടിയാണ്. പക്ഷെ വീക്കെൻഡ് വളരെ ഡിറ്റാച്ച്ഡായിട്ടാണ് മട്ടിലാണ്. അപ്പോൾ വീക്കെൻഡ് ഹ്യൂമർ പറ്റും. ഈ ഹ്യൂമർ എന്നൊരു പ്രത്യേകത കൂടി മനസ്സിലാക്കണം. ഹ്യൂമറും അതുപോലെ തന്നെ ഈ സറ്റയർ രണ്ടും രണ്ടാണ്. സറ്റയർ മറ്റൊരുത്തനെ വേദനിപ്പിക്കുകയും ചെയ്യുന്നു, പരിഹസിക്കുകയും ചെയ്യുന്നു. അതിലൊരു സാഡിസ്റ്റ് പ്രവർത്തനം സറ്റയർ. ഹ്യൂമറിന് അതിലില്ല. അവനും തന്നെ ചിരിയുടെ വിധേയനാവുകയും ചെയ്യും. ആ മട്ടിലാണ് കണ്ടെത്താൻ സാധിക്കുന്നത്. പിന്നെ കഥകളുടെ പുതിയ കഥകളിൽ ലൈംഗികതയുടെ അതിപ്രസരം കാണുന്നുണ്ടല്ലോ. അത് പഴയകാലത്ത് ധാരാളം ഉണ്ടായിരുന്നു. പഴയകാലത്ത് ഒരുപാട് പേര് കുഞ്ചനമ്പ്യാരുടെ പുറംകഥകൾ എന്ന് പറഞ്ഞ കുറച്ച് കഥകളുണ്ട്. ദൈവമേ, അത് വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ 18-ാം നൂറ്റാണ്ടിൽ ഇയാൾ ഈ ജാതി കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പോഴാണ് ജീവിച്ചിട്ടുണ്ടെങ്കിൽ കഥകൾ എഴുതി വെച്ചിരിക്കുന്നത്. ഭർത്താവ് ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് ഇഷ്ടമുള്ള ഒരു മനുഷ്യനെ വിളിച്ചു കഴിയുകയും ഭർത്താവ് തിരിച്ചു വന്നു അതൊക്കെ കുട്ടി വിളിക്കുകയും കാളി എന്നൊരു വിളി കേട്ടപ്പോൾ കാളി ചെയ്യും വയറ്റിൽ അവൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വർദ്ധിച്ചു വിടുകയാണ് ചെയ്തിരിക്കുന്നത്.
പ്രയാസമുണ്ട്. 3 അച്ഛന്മാര് ഭക്ഷണം കഴിഞ്ഞ് മെഴുകേരി വെച്ചിട്ടിരിക്കുന്ന പച്ച തെറി കഥകൾ പറയുന്നതാണ് 13-ാം നൂറ്റാണ്ടിൽ എഴുതിയത്. അതുകൊണ്ട് ഇതിലൊരു പുതുമയൊന്നുമില്ല. ശീലകഥകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതാണ് എന്നുള്ളതാണ്. പിന്നെ കുറുങ്കഥകളെ പറ്റി പഠനം വന്നിട്ടില്ല, അത് ശരിയാണ്. വാസ്തവത്തിൽ കുറുങ്കവിതകളെ പറ്റിയുള്ള പഠനം എഴുതുന്നപോലെ തന്നെ കുറുങ്കഥകളെ പറ്റിയുള്ള പഠനവും മലയാളത്തിൽ ആവശ്യമാണ്. അതൊരു പ്രത്യേക സാഹിത്യ ശാഖയായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. എത്ര മനോഹരമായിട്ടുള്ള കുറുങ്കവിതകളാണ് കുരുണ്ടി മാഷ് എഴുതിയത്. ഞാനിത് മാഷായിട്ട് സംസാരിച്ചപ്പോൾ മാഷ് എന്നോട് പറഞ്ഞു, എനിക്ക് വള്ളത്തോളിനെ പോലൊരു കവിതയുണ്ട്, അതാണ് ആഗ്രഹം. ഞാൻ ഇതിനെ വള്ളത്തോളിനെ പോലെ കവിത എഴുതുന്ന മാഷ് നല്ല കവിത എഴുതിയിട്ടുണ്ടല്ലോ. എന്നിട്ട് ഞാൻ മാഷായിട്ട് ചൊല്ലിക്കൊടുത്തൊരു കവിത, ഒറ്റ വരി കവിത. പക്ഷെ എന്തൊരു മനോഹരമായിട്ടുള്ള കവിതയാണ്. പൂവിനെ പറ്റിയാണ് കവിത. പൂവിനെ പറ്റി എത്രയോ കാലമായി എത്രയോ ആളുകൾ കവിത എഴുതിയിട്ടുണ്ട്. വീണ പൂവിനെ പറ്റിയും വെള്ള പൂവിനെ പറ്റിയും പാടി പൂവിനെ പറ്റിയും. പക്ഷെ കുരുണ്ടി മാഷ് എഴുതിയ ഒറ്റ വരി കവിത, പൂവുകൾക്കില്ല കലഹം. പൂവുകൾക്കില്ല കലഹം. എന്ത് മനോഹരമായിട്ട് കവിതയെ പൂവിനെ പറ്റി പറയാൻ സാധിക്കുന്നത്. എൻ്റെ ദേശം അതുപോലെ തന്നെ പൂവിനെ പറ്റി എഴുതിയിരുന്നു. അപ്പം അത്തരം കുറും കവിതകളെ പറ്റിയും കുറും കഥകളെ പറ്റിയുമുള്ള പഠനം നടത്തേണ്ടതാണ്. അതൊക്കെ ഈ കഥ എഴുതുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. വലിയ നിയമമാവണമെന്നില്ല. വളരെ രസകരമായിട്ടുള്ള, പ്രത്യേകിച്ച് ഈ കുറുങ്കഥകളിൽ പ്രത്യേകത വളരെ സീരിയസ് ആയിട്ടുള്ള കുറുങ്കഥകളല്ല, ഹ്യൂമറസ് ആയിട്ടുള്ള കുറുങ്കഥകളാണ് നമുക്ക് അധികവും കിട്ടുന്നത്. അപ്പോൾ പിണക്കിക്കൊണ്ടുള്ള ഒരു കഥയുണ്ട്. ക്ലാസ്സിൽ അധ്യാപകൻ പല മതങ്ങളെ പറ്റി പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഹിന്ദുക്കളുടെ ഏറ്റവും പ്രസിദ്ധമായ മതഗ്രന്ഥം ഏതാണ്? ഭഗവത്ഗീത. എഴുതിയത് ആരാണ്? ശ്രീകൃഷ്ണൻ നായർ. ഇത് പിള്ളേരുടെ കഥയുണ്ട്. അത് ഈ ഹ്യൂമറാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. വളരെ നിസ്സംഗായിട്ട് ഒരുപാട് ഹ്യൂമറസ് ആയിട്ടുള്ള കഥകൾ നമുക്ക് കിട്ടും. പിന്നത്തെ ചോദ്യം അത്ര പ്രസക്തമാണെന്ന് തോന്നുന്നുണ്ട്. ഒരു നോവൽ ഒരാൾ എഴുതി അത് സിനിമയാക്കുമ്പോൾ അല്ലെങ്കിൽ മാറ്റി തരുന്ന നാടകമാക്കുമ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ മാറ്റിയാൽ ആ പുസ്തകങ്ങൾ. അപ്പോൾ ബാല്യകാലസഖി ഒരാൾ സിനിമയാക്കുമ്പോൾ മജീദ് സുഖയെ കല്യാണം കഴിച്ച് സുഖമായിട്ട് താമസിച്ചു എഴുതി കഴിഞ്ഞാൽ ബഷീറിൻ്റെ നോവലുണ്ടോ? അല്ലാതെ പറയാൻ പറ്റുന്നത്. അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഈ എല്ലാ ചോദ്യങ്ങളുടെയും സ്പർശിച്ചില്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. കവിതയെപ്പറ്റി രാമകൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ സൂചിപ്പിക്കാനുണ്ട്. കവിത എഴുതുന്നതിനെ പറ്റി AD 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പഴയ നിരൂപകനുണ്ട്, ഹോറസ് എന്ന് പറയുന്നത്. അദ്ദേഹം എങ്ങനെ കവിത എഴുതണമെന്നതിനെ പറ്റി പറയുന്നുണ്ട്. അതൊക്കെ ഔട്ട് ഓഫ് ഡേറ്റ് ആണ്. പക്ഷെ അദ്ദേഹം അവസാനിപ്പിക്കുന്ന കാര്യമുണ്ട്. നിങ്ങളൊരു കവിത എഴുതിക്കഴിഞ്ഞാൽ അത് മറ്റാരെയും കാണിക്കാതെ അടച്ചു വെച്ചു 9 കൊല്ലം കഴിഞ്ഞ് നിങ്ങളത് എടുത്തു നോക്കി വീണ്ടും വായിക്കുക. കരക്കാനില്ല എന്ന് തോന്നുകയാണെങ്കിൽ മറ്റൊരാളെ കാണിച്ചു എന്നതാണ്. ഈ 9 കൊല്ലം എന്നുള്ളത് ചുരുക്കി 9 മണിക്കൂറാണ്. 9 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഇത് കൊള്ളാം എന്നുണ്ടെങ്കിൽ മറ്റൊരാളെ കാണിച്ചാൽ മതി എന്നുള്ളതാണ്. ഇതല്ല നമ്മൾ ചെയ്യുന്നത്. സംഭവിക്കുന്നത്. പിന്നെ ഇതിനെപ്പറ്റി വളരെ അറിയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ കാലത്തും കഥയാണ് കൂടുതൽ. നെന്മണി